നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരി ഈ ഒരു ജനുവരി മാസത്തിൽ ലഭിക്കും. തീർച്ചയായും അക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ആരും തന്നെ നഷ്ടപ്പെടുത്തരുത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് 1000 രൂപ വിതരണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുന്നു. 3 വർഷത്തിന് ശേഷം ഇതാദ്യമായി നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഒരു മാസം മുതൽ ആട്ടയുടെ വിതരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആട്ട വാങ്ങുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഓരോ താലൂക്കിലെയും സ്റ്റോക്ക് അനുസരിച്ച് 1 മുതൽ 2 പാക്കറ്റ് വരെ ആട്ട നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ ഒരു ജനുവരി മാസത്തിൽ വിതരണമുണ്ട്. ഭൂരിഭാഗം റേഷൻ കടകളിലും നീല വെള്ള റേഷൻ കാർഡിനുള്ള ആട്ട സ്റ്റോക്ക് ഇല്ലെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ച് ഇത് ലഭിക്കും എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ നിലവിലുള്ള നീല വെള്ള റേഷൻ കാർഡുകൾക്ക് അനുകൂലമായ ചില പ്രഖ്യാപനങ്ങൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ, പിങ്ക് റേഷൻ കാർഡുകൾ എന്നിവ ലഭ്യമായെന്ന് ഉറപ്പുവരുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴി ലഭിക്കുന്ന അരി മാത്രമല്ല, സപ്ലൈകോ വഴിയും അരി സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും 20 കിലോ അരി 25 രൂപ നിരക്കിൽ സ്റ്റോക്കുള്ള ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്നുണ്ട്. ഇത് പച്ചരിയായോ പുഴുക്കലരിയായോ ഇഷ്ടമുള്ളത് വാങ്ങുവാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, യാത്രക്കാർക്ക് ബസ്സുകളിൽ കുടിവെള്ളം ലഭിക്കുന്ന പുത്തൻ പദ്ധതിയുമായി KSRTC. പുറത്ത് കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ 1 രൂപ കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് ബസ്സിനുള്ളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നു. KSRTCയുടെ തന്നെ ഫണ്ടിൽ നിന്നാണ് ഈ ഒരു പദ്ധതിക്കുള്ള പണം എടുക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നാണ് KSRTC MP പ്രമോദ് ശങ്കർ അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ദീർഘദൂര ബസ്സുകളിലാവും കുപ്പിവെള്ളം ലഭിക്കുക. പദ്ധതിയിലൂടെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ലാഭം ലഭിക്കും. ഒരു കുപ്പിവെള്ളം വിൽക്കുമ്പോൾ കണ്ടക്ടർക്ക് 2 രൂപയും ഡ്രൈവർക്ക് 1 രൂപയുമാണ് ലഭിക്കുക. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, കേരളത്തിലെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കുമായി പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. employment.kerala.government.in എന്ന വെബ് പോർട്ടൽ മുഖേന ഓൺലൈനായി മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കൂ. കേരളത്തിൽ സ്ഥിര താമസക്കാരായിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കഴിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. അടുത്തതായി ഈ ഒരു ജനുവരി മാസത്തിൽ ഒരിക്കലും മറക്കരുത്, കാരണം സൗജന്യമായി ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. കേരളത്തിലെ വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ജനുവരി 31 വരെ അപേക്ഷ നൽകാവുന്നതാണ്. പ്രതിമാസം 15,000 ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം അനുവദിക്കുക. 2026 BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകണം. ജനുവരി 31 മുൻപായി www.bplapp.kwa.kerala.government.in എന്ന ഓൺലൈൻ വെബ് പോർട്ടൽ വഴി അപേക്ഷ നൽകാവുന്നതാണ്.